ഹായ് ഗൈസ്, ഫാമിലിയായിട്ട് ഔട്ടിങ്ങിന് വന്നേക്കണാണ്. ഇത് സൗദി ദമാം അൽ ഹറാജ് മാർക്കറ്റാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതാണ് ഹറാജ് മാർക്കറ്റ്. സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നല്ല ബ്രോക്കൺ പൊട്ടിയതാണ്. 15 റിയാലിനുള്ളതില്ല, അതുകൊണ്ട് ഞാൻ അത് തിരിച്ചു വെച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിയാണ്, അപ്പം മലയാളം അറിയത്തില്ല എന്നാണ് പറയുന്നത്. ഉദ്ദേശിക്കുന്നത് പൂച്ചയാണ് കരുതേന്ന് പേടിച്ചു കേട്ടോ. ചവിട്ടി കൊള്ളാട്ടോ. ലാഭമാണ്. 5 റിയാല്. ഇത് 5 റിയാലിന്റെയാണ്. അത് 10 റിയാലാണ് പറയുന്നത് കേട്ടോ. പക്ഷേ ക്വാളിറ്റി കുറവാണ് കേട്ടോ. നമുക്കൊന്ന് കഴുകാനൊന്നും പറ്റൂല, വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഇനിയുണ്ട് കുറേ കാണാനായിട്ട്. നമുക്ക് പോകാൻ നടക്കാൻ വയ്യ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ബൈ പറയണതാണ്. നെക്സ്റ്റ് അടുത്ത കടയിൽ കയറിയിട്ട് നമുക്ക് അടുത്തത് ബാക്കി കാണാം. അപ്പം ഞങ്ങൾ ഹറാജിൽ നിന്ന് ബൈ പറയണതാണ്. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ഷോപ്പിംഗ് മോളിൽ കയറിയിട്ട് നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. നല്ല രസമുള്ള കസേര. അപ്പോൾ ഞാനിന്ന് വെറുതെ ഇരുന്ന് നോക്കിയതാണ്. രസമുണ്ട് കേട്ടോ. അതിനെ അവർ ആട്ടി ഓടിക്കാഞ്ഞത് കാര്യമായി. അല്ലെങ്കിൽ അവരെന്നെ ആളവിടെ ഇല്ല, അതിൻ്റെ ഓണർ അവിടെ ഇല്ല, അതുകൊണ്ടാണ് അവിടെ ഇരുന്നത്. കണ്ടപ്പോൾ നല്ല രസം തോന്നി. പക്ഷെ ഇത് ഹറാജിൽ ഒരുപാടുണ്ട് കേട്ടോ. നമ്മളീ പോകുന്ന വഴി ഞങ്ങളുടെ വണ്ടി അങ്ങാണ് കിടക്കുന്നത്. അപ്പോൾ വണ്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് പോകണമെങ്കിലും ഇതുവഴിയാണ് പോകേണ്ടത്. ഒത്തിരി ഉണ്ട് കേട്ടോ. ഒത്തിരി അങ്ങേ അറ്റത്തുനിന്ന് ഇങ്ങേ അറ്റം വരെ 2 സൈഡിലും ഇങ്ങനെ കച്ചവടം നടക്കണതാണ്. ഓക്കെ, ഇതാണോ? അത് പിള്ളേർക്ക് പറ്റിയ കളിക്കണം. പിള്ളേർക്ക് പറ്റിയത് കളിക്കുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ട് വരിക. ഹായ് ഗൈസ്, അപ്പം നമ്മൾ മറ്റേ അവിടുന്ന് നമ്മൾ അടുത്തേക്ക് വന്നേക്കണതാണ്. ഇത് കോർണിഷാണ്. ദമം കോർണിഷിൽ ഞങ്ങൾ വന്നേക്കുന്നത്. പിള്ളേർക്കൊരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. പക്ഷേ ഗൈസ്, ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്, ഇവിടെ ശരിക്കും ഞങ്ങൾ വന്നത് കുഞ്ഞുങ്ങൾക്ക് ഒരു ലൈറ്റിൻ്റെ ഈ എന്താ അവിടെ അടിയിൽ നിൽക്കുമ്പോൾ മീനിൻ്റെ ഒക്കെ ഇത് വരുന്ന ലൈറ്റ് കത്തുന്ന ഒരു ഇതുണ്ടായിരുന്നു സംഭവം, ആനിമേഷൻ പോലത്തെ. നല്ല രസമായിരുന്നു അത് കാണാൻ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നതായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അത് ക്ലോസ് ചെയ്തേക്കണതാണ്. അപ്പോൾ കുട്ടികൾക്ക് ആർക്കും അവിടെ പോകാൻ പറ്റില്ല. പിന്നെ കടൽ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടാണ്. ആകെ വന്ന് ബ്ലിങ്കസി ആയി ഞങ്ങൾ ഇവിടെ നിൽക്കണതാണ്. എന്ത് ചെയ്യുന്നത്, മിക്കവാറും ഞങ്ങളിപ്പോൾ തന്നെ തിരിച്ചു പോകാനാണ് സാധ്യത. കാണാൻ ഇത്രയേ ഉള്ളൂ. കടല് വന്ന കാര്യം നടന്നില്ല. എന്താവുമെന്ന് അറിയില്ല. അവിടെ എല്ലാവരും കൂടി ആലോചിച്ചുകൊണ്ട് നിൽക്കണതാണ് ഇനി എന്ത് വേണം ഏത് വേണം എന്ന്. കണ്ടില്ലേ? അപ്പൊ ഇനി അവര് തീരുമാനം എടുക്കും, ഞങ്ങൾ ഫോളോ ചെയ്യും. ഞാൻ ഇതുപോലെ ക്യാമറയും പിടിച്ച് വീഡിയോ ചെയ്യും. പിന്നെ എൻ്റെ വീഡിയോയിൽ മിസ്റ്റേക്സുകൾ ഉണ്ടാവും, നിങ്ങൾ ക്ഷമിക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരിക. തുടക്കമാണ്. അപ്പം ബെൽ അമർത്താൻ മറക്കരുത് കേട്ടോ. കുത്തിപ്പൊട്ടിച്ചേക്കാം അതങ്ങട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഞാൻ നോക്കട്ടെ. ഞങ്ങളോട് ചോദിക്കും. അപ്പൊ ഗൈസ്, നമ്മൾ വന്ന കാര്യം നടക്കാത്തതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് എസ്കേപ്പ് അടിക്കണതാണ്. അപ്പം നമുക്ക് ഞങ്ങളുടെ കൂടെയുള്ള കുട്ടീസിന് പൊന്നൂസിന് പിന്നെ എന്തുവാ സ്കേറ്റിങ്ങിൻ്റെ ഷൂ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അടുത്തത് ഫാമിലി ഡിസ്കൗണ്ട് ഷോപ്പിങ്ങിനായിട്ട് കയറുകയാണ്. ഇവിടെ വന്ന കാര്യം നടന്നില്ല, അവിടെ പൂട്ടിയിട്ടേക്കണതാണ് ഇല്ല കുട്ടികൾ. അപ്പോൾ ശരി, നമുക്കിനി ഫാമിലി ഡിസ്കൗണ്ടിൽ പോയിട്ട് അവിടെ കാണാം കേട്ടോ.
ഇത് തുടങ്ങട്ടെ. ഓക്കെ ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇതേ ഫാമിലി ഡിസ്കൗണ്ടിൽ എത്തിയേക്കണേയാണ്. കണ്ടോ, വിശാലമായ ഷോറൂം. അപ്പൊ ഓരോന്ന് വീഡിയോയിൽ ഓരോന്നോരോന്ന് കാണിക്കാം കേട്ടോ. പറഞ്ഞോ വില. 2 റിയാൽ 24 റിയാലൊക്കെയാണ് കേട്ടോ. ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ ഇവിടെ. ഞാൻ പറഞ്ഞ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന്. ദേ പറ്റും മാമാനെ വീഡിയോ കണ്ട് ചെറുതായിട്ട് കണ്ടിട്ടുണ്ട്. കുഴപ്പമില്ല, ഡിലേറ്റ് ചെയ്തു. അവരറിഞ്ഞാക്കാം. ഒരു സെറ്റിനുള്ള ഈ ഒരെണ്ണത്തിന്റെ വിലയാണ് കേട്ടോ 14.95 റിയാൽ. ഇത് പിള്ളേരെ എടുക്കും. പറഞ്ഞ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. ഇല്ല, പോസ് അടിക്കാം. നമ്മൾ എടുക്കുന്ന എന്താണോ സ്റ്റാർട്ട്. എടി ഇത് കൊള്ളാട്ടോ, നല്ല രസമുണ്ട്, നല്ല ഭംഗിയില്ലേ. 152 റിയാല്. ഇത് പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പം നമ്മള് നാട്ടില് പോകുന്ന കാരണം അവർക്ക് നാട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ മേടിക്കാനായിട്ടാണ് ചെറിയൊരു ഷോപ്പിംഗ്. നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ കാരണം വീഡിയോ ഭയങ്കര ലെങ്തി ആവും, നിങ്ങൾക്കും ലാഗാകുമ്പോൾ ബോറാവും. ഞാൻ ആവശ്യമുള്ള കുറച്ച് പോർഷൻസ് മാത്രമേ നമ്മൾ ഇടുള്ളൂ കേട്ടോ. ഈ പഴം അതെ ഞാവല് എന്നെ കാണുമ്പോ കോമാളിയായിട്ട് തോന്നുന്നുണ്ടോ? എനിക്കറിയാം. കായുണ്ടായി. ഹലോ ഗൈസ്, ഞാനിത് അബദ്ധത്തിലൊന്ന് പിടിച്ചതാണ്. എന്റെ കൂടെ പോരുന്നു, വെക്കാൻ പറ്റണില്ല. പാളിയും തോന്നുന്നു. ഇല്ല, അവിടെ ആൾക്കാരെ വിളിക്കാം. ഓക്കെ, എസ്കേപ്പ്. നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവാം.